പീരുമേട്ടിൽ കാട്ടാനാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആദിവാസി യുവതിക്ക് വേണ്ട അനന്തര നടപടികൾ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നാരോപിച്ച് CPIMന്റെ പ്രതിഷേധം ആർത്തിരമ്പി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സീത എന്ന ആദിവാസി യുവതിക്ക് അർഹമായ നീതി ബന്ധപ്പെട്ട അധികാരികൾ മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്ന് CPIM ആരോപിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് വനാതിർത്തിയിൽ വനവിഭവം ശേഖരിക്കാൻ പോയ സീതയെയും കുടുംബത്തെയും കാട്ടാന ആക്രമിച്ചത്. സീതയുടെ മൃതശരീരം ഉച്ചയ്ക്ക് 2 മണിയോടെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പീരുമേട് തഹസിൽദാർ സീതയുടെ മൃതശരീരത്തിനരികിലെത്തിയത് ഇന്ന് വൈകുന്നേരം 7 മണിയോടെയാണ്. ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളും അനന്തര നടപടികൾ വൈകിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് CPIM ആരോപിച്ചു. 2 മണിക്ക് മൃതശരീരം ആശുപത്രിയിൽ എത്തിച്ചിട്ടും തഹസിൽദാരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ യഥാസമയം ആശുപത്രിയിൽ എത്തുകയോ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയോ ചെയ്യാത്തതിൽ CPIM പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും രോഷം ആർത്തിരമ്പി. ഫോറസ്റ്റ് അധികാരികളിൽ റേഞ്ച് ഓഫീസർ വൈകുന്നേരം 7 മണിക്കാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. തഹസിൽദാർ എത്തിയത് 7:15ഓടെയാണ്. 8 മണിയോടെയാണ് DFO എത്തിയത്. ഇത് സീതയുടെ ഇൻക്വസ്റ്റ് നടപടികൾക്കടക്കം വൈകിപ്പിക്കുന്നതിന് കാരണമായി. സീതയുടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം മനഃപൂർവ്വം വൈകിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് CPIMന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ DFOയെയും തഹസിൽദാരെയും തടഞ്ഞുവെച്ചു. രാത്രി വൈകിയും പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് കാത്തുനിന്ന ജനാവലിക്ക് മുമ്പിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥർ വേണ്ട അർഹമായ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതും ഈ ജനരോഷം ആർത്തിരമ്പുന്നതിന് കാരണമായി തീർന്നു. പൊലിഞ്ഞുപോയ മനുഷ്യജീവന് അർഹമായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. ഇതിനെ തുടർന്ന് കോട്ടയം DFO സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ അർഹമായ പരിഗണനകൾ നൽകാമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു.